ലോകം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് അല്ലെ? യുദ്ധങ്ങള്, അരക്ഷിതാവസ്ഥ, ആകെ ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ ഒരു സമാധാനത്തിന്റെ വലിയൊരു കുറവ് ഇന്ന് ലോകത്തിലുണ്ട്. അമേരിക്ക ഇറാനെ ആക്രമിക്കുന്ന വലിയൊരു സാഹചര്യങ്ങളൊക്കെ, ആ യുദ്ധത്തിന്റെ വലിയൊരു അവസ്ഥ ഇന്ന് ലോകത്തിൽ നിലനിൽക്കുമ്പോൾ ഇന്ന് ലോകം ഉറ്റുനോക്കുന്ന ചില വസ്തുതകളിലേക്കാണ് ഞാൻ വിരൽ ചൂണ്ടുന്നത്. അമേരിക്കക്കാരനായിട്ടുള്ള മാർപ്പാപ്പയാണ് ലയോ 14 മാർപ്പാപ്പ. മാർപ്പാപ്പ ട്രംപിനെതിരെ വളരെ ശക്തമായിട്ടുള്ള നിലപാടുകളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത്. വേറൊന്നുമല്ലല്ലോ, ലോകത്ത് യുദ്ധം ഒന്നിനും പരിഹാരമല്ല. ചർച്ചകളിലൂടെ മാത്രമാണ് സമാധാനം സ്ഥാപിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കണമെന്ന് മാർപ്പാപ്പ വളരെ വ്യക്തമായിട്ട് ട്രംപിന് നിർദ്ദേശം നൽകുന്നുണ്ട്. അഗൈൻ മാർപ്പാപ്പ ലയോ 14 മാർപ്പാപ്പ അമേരിക്കക്കാരനാണ്. മാർപ്പാപ്പയായിട്ട് തെരഞ്ഞെടുത്തതിന് ശേഷം വളരെ ശക്തമായിട്ടുള്ള ഇത്തരം നിലപാടുകൾക്കെതിരെ, യുദ്ധം, അതുപോലെ തന്നെ മനുഷ്യനെ കൊന്നൊടുക്കുന്ന ഭീകരമായിട്ടുള്ള അവസ്ഥകൾക്കൊക്കെ എതിരെ വേറെ ഒരു ലോക നേതാവോ അല്ലെങ്കിൽ ഒരു മത നേതാവോ ആരൊന്നും മിണ്ടുന്നില്ല. പക്ഷെ ലയോ 14 മാർപ്പാപ്പ അദ്ദേഹം വളരെ ശക്തമായിട്ട് തുറന്നടിക്കുന്നുണ്ട്. തിരിച്ച് ട്രംപ് പറയുന്ന ചില കാര്യങ്ങൾ മാർപ്പാപ്പയോട് രാഷ്ട്രീയക്കാരനായിട്ട് നിലനിൽക്കേണ്ട ആവശ്യമില്ല എന്നും, ഞങ്ങളുടെ കയ്യിൽ ഒരുപാട് യുദ്ധ ഉപകരണങ്ങളും ഒക്കെ ഉണ്ടെന്ന് മാർപ്പാപ്പയെ ഭീഷണിപ്പെടുത്തുന്ന, നമുക്കറിയാം അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കുന്ന ഒരു വിവേചന ശക്തിയില്ലാത്ത, ബുദ്ധി സ്ഥിരതയില്ലാത്ത ഒരു മനുഷ്യനെയാണ് ഇന്ന് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത നിമിഷം എന്ത് ചെയ്യുമെന്ന് പോലും ആർക്കൊന്നും അറിയില്ല. അത്രത്തോളം ഒരു പക്വതയില്ലാത്ത ഒരു ഭരണാധികാരി ഇന്ന് ലോകത്ത് മുഴുവനും പല ഭരണാധികാരികളിലേക്കും നമ്മൾ കണ്ണോടിക്കുമ്പോൾ കാണാൻ സാധിക്കും. ഒരു വ്യക്തിത്വ വികസനം ഇല്ലാത്ത, സ്ഥിരതയില്ലാത്ത കുറെ പേരെയൊക്കെയാണ് ഇന്ന് ലോകത്ത് ഭരണാധികാരികളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് കാലത്ത് ട്രംപ് പങ്കുവച്ചിരിക്കുന്ന ഒരു പോസ്റ്റ്, അത് വേറൊന്നുമല്ല, നമ്മൾ ഈ താഴെ കാണുന്ന ചിത്രമാണ്. സ്വയം ഈശോയായിട്ട് അദ്ദേഹം AI-യിൽ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഓക്കെ, എത്രത്തോളം ഒരു ക്രിസ്തുവിനെയൊക്കെ അത്രത്തോളം അവഹേളിക്കാൻ പറ്റുന്ന രീതിയിലേക്കൊക്കെ ഇന്ന് തരം താണുകൊണ്ടിരിക്കുന്ന ഒരു അമേരിക്കൻ പ്രസിഡന്റ്. അപ്പൊ മാർപ്പാപ്പ വീണ്ടും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് ആരെയും പേടിയില്ല, ഭയമില്ല, യുദ്ധത്തിനെതിരെ ശക്തമായി നിലനിൽക്കുമെന്ന് മാർപ്പാപ്പ വീണ്ടും എല്ലാവരോടായിട്ട് പറയുന്നുണ്ട്. സ്നേഹമുള്ളവരെ, നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈ ലോകം ഒരു സമാധാനത്തിന്റെ വലിയ ഒരു അവസ്ഥയിലേക്ക് കടന്നു വരാൻ, യുദ്ധങ്ങളൊക്കെ അവസാനിപ്പിക്കാൻ പ്രത്യേകമായിട്ട് അമേരിക്കയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. മറ്റു രാജ്യങ്ങളെ തേടിപ്പിടിച്ച് അവർ യുദ്ധം ചെയ്യുമ്പോൾ ഒരുപാട് ജീവനുകൾ, ഇതിന് നമുക്ക് ഒരു ധാർമ്മികമായിട്ടുള്ള, യുദ്ധത്തിന് ഒരു ധാർമ്മികമായിട്ടുള്ള വശങ്ങളില്ല. ഒരുപാട് പിഞ്ചു കുഞ്ഞുങ്ങൾ, ഒരുപാട് നിരപരാധികളായിട്ടുള്ള മനുഷ്യരൊക്കെ മരണമടയുന്നുണ്ട്, അല്ലെങ്കിൽ കൊന്നുകളയുന്നുണ്ട് എതിർ രാജ്യങ്ങൾ. അപ്പം അതുകൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം, ഈ യുദ്ധം അവസാനിക്കാനും ലോകം ഒരു സമാധാനത്തിന്റെ മേഖലയിലേക്ക് കടന്നു വരാനും, ബുദ്ധിയുള്ള, കുറേയും കൂടിയും ആത്മീയമായ, കുറേയും കൂടിയും ധാർമ്മിക ബോധമുള്ള കുറെ രാഷ്ട്ര നേതാക്കന്മാര് ഉണ്ടാകാൻ വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഒപ്പം ലയോ 14 മാർപ്പാപ്പയുടെ വാക്കുകൾക്ക് കുറേയും കൂടിയും നമുക്ക് ചെവി കൊടുക്കാനായിട്ട് പരിശ്രമിക്കാം. വളരെ ശക്തമായിട്ടുള്ള ധാർമ്മികതയോടുകൂടെ ആത്മീയമായിട്ടുള്ള വലിയ നിലപാടെടുക്കുന്ന മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം.